ശബരിമലയിലെത്തുന്ന കൊച്ചു മാളികപ്പുറങ്ങൾക്കും അതോടൊപ്പം തന്നെ കുഞ്ഞയ്യപ്പന്മാർക്കും പ്രത്യേക ക്യൂ സംവിധാനം ഉണ്ടാകുമെന്ന പ്രഖ്യാപനം വെറും പാഴ്വാക്കായി മാറിയിരിക്കുകയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരും ദേവസ്വം ബോർഡും നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ, അത് വർഷങ്ങളായി നടത്തുന്ന പ്രഖ്യാപനങ്ങൾ പലതും പാഴ്വാക്കാണ്. ഇതും അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊരു പാഴ്വാക്കായി മാറുകയാണ്. കാരണം കഴിഞ്ഞ തവണ ജനം TV നടത്തിയ ഒരു ഇടപെടലിനെ തുടർന്നാണ് ഈ കൊച്ചു കുട്ടികൾക്ക് അതോടൊപ്പം തന്നെ മാളികപ്പുറങ്ങൾക്ക് പ്രത്യേക ക്യൂ സംവിധാനം ഒരുക്കും എന്ന ഒരു പ്രഖ്യാപനം ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കഴിഞ്ഞ തവണ കുഞ്ഞുങ്ങൾ വെള്ളം കിട്ടാതെ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിടുകയൊക്കെ ചെയ്തത് പ്രതിഷേധത്തിന് കാരണമാവുകയും അത് ജനം TV വാർത്തയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് കുട്ടികൾക്കായി പ്രത്യേക ദർശന സൗകര്യം എന്ന ഒരു പദ്ധതി ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്നും പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ മണ്ഡലകാലം തുടങ്ങി ഏതാണ്ട് ഇത്രയും ദിവസം, ഒരാഴ്ച പിന്നിടുന്ന ഘട്ടത്തിൽ അത് കേവലം ഒരു പാഴ്വാക്കായി മാറുന്നു. കുഞ്ഞുങ്ങൾക്കായി ഒരു തരത്തിലുമുള്ള ക്യൂ പദ്ധതികൾ അവിടെ ആരംഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പറയൂ അരുൺ. തീർച്ചയായും നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങൾ കൂടി കാണണം. ആ ദൃശ്യങ്ങൾ കൂടി കണ്ടതിന് ശേഷമായിരിക്കും ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുള്ളത്. അതിലേലും വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പം കാണാൻ പറ്റുന്ന ഒരു കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട് അതൊരിക്കലും നമുക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയില്ല. ഈ തിരക്കിനിടയ്ക്കേക്ക് ഒരു മിനിറ്റിൽ 70 മുതൽ 80 വരെ തീർത്ഥാടകരാണ് പടി കയറി എത്തുന്നത്. അത് നടപ്പന്തലിലാകട്ടെ, അതോടൊപ്പം തന്നെ ഫ്ലൈ ഓവറിലാകട്ടെ, ഈ തിരക്കിനിടയിലേക്ക് അമർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ കുഞ്ഞു അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഉള്ളത്. അതോടൊപ്പം തന്നെ അവർ മാത്രമല്ല, ഈ പ്രായമായ അയ്യപ്പന്മാരും അതോടൊപ്പം തന്നെ മാളികപ്പുറങ്ങളും ദിവ്യാംഗരായിട്ടുള്ള അയ്യപ്പന്മാരും, അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം കഴിഞ്ഞ വർഷം നടത്തിയിരുന്നു. പക്ഷേ ഒരു പരിധി വരെ അത് കഴിഞ്ഞ വർഷം കൃത്യമായി തന്നെ വിജയിച്ച് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കും ഒക്കെ തന്നെ കൃത്യമായി ദർശനം, ഭഗവാന്റെ അടുത്തേക്ക് നിന്ന് ദർശനത്തിനുള്ള ഒരു സൗകര്യം അത് ഒരുക്കിയിരുന്നു. ദേവസ്വം ബോർഡ് മുൻകൈ എടുത്തുകൊണ്ടാണ്, ദേവസ്വം ബോർഡ് മുൻകൈ എടുത്തുകൊണ്ടായിരുന്നു ഈ ഒരു നടപടികളൊക്കെ തന്നെ നടത്തുന്നത്. ഈ തവണയും അവലോകന യോഗങ്ങളിലൊക്കെ തന്നെ ഈ ഒരു സംവിധാനം ഉറപ്പാക്കുമെന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള ഇടപെടലും ആ ഒരു സമയങ്ങളിൽ, ഈ ഒരു ദിവസങ്ങളിൽ മാത്രം കഴിഞ്ഞില്ല. നമുക്കറിയാം 2-3 അവലോകന യോഗങ്ങൾ ശബരിമല സന്നിധാനത്ത് തന്നെ കഴിഞ്ഞു. പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരാളും ചർച്ച ചെയ്യുന്നില്ല. നമുക്കറിയാം ആ തിരക്ക് വർദ്ധിച്ച ആ ദിവസങ്ങളിലൊക്കെ തന്നെ കുഞ്ഞയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും അനുഭവിച്ച ആ വലിയ ബുദ്ധിമുട്ടുണ്ട്. ആ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ പ്രശ്നമായി തന്നെ നിൽക്കുന്നത്. എന്താണ് ഇത്തവണ ഈ ഒരു സംവിധാനം, പ്രത്യേക സംവിധാനം ഒരുക്കാൻ ഇത്ര വൈകുന്നുള്ള ചോദ്യത്തിന് അധികൃതർക്ക് കൃത്യമായ ഉത്തരമില്ല. എന്തായാലും ഉടൻ തന്നെ ആ ഒരു നടപടിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അല്ല എങ്കിൽ ഇനി തിരക്ക് കൂടുന്ന മണ്ഡലപൂജാ സമയത്തും മകരവിളക്ക് സമയത്തും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള തിരക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് കുഞ്ഞയ്യപ്പന്മാർക്കും മാളികപ്പുറങ്ങൾക്കുമൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. എന്തായാലും അടിയന്തരമായി തന്നെ ഈ വിഷയം പരിഗണിക്കണമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും കഴിഞ്ഞ തവണയൊക്കെ വിജയകരമായി തന്നെ ഈ പദ്ധതി നടപ്പാക്കുകയും അതോടൊപ്പം തന്നെ സുഖദർശനം ഒരുക്കുകയും ഒക്കെ ചെയ്തതാണ്. പക്ഷെ അത് ദേവസ്വം ബോർഡിന് ഏറെ പ്രശംസ പിടിച്ചുപെട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ മണ്ഡലകാലത്തിൻ്റെ തുടക്കത്തിലും ഇതുപോലെ തന്നെ വാർത്ത ചെയ്യേണ്ടി വരുന്നു. ഓരോ മണ്ഡലകാലത്തും ഇങ്ങനെ വാർത്ത ചെയ്യുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരവസ്ഥ അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഓരോ വിഷയങ്ങളും വാർത്ത ചെയ്താൽ മാത്രം നടപടി എന്നുള്ള ഒരു രീതിയിലേക്കാണ് എത്തുന്നത്. എന്തായാലും അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നുള്ള ഒരു ആവശ്യമാണ് ഭക്തജനങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. ഗൗതം. ഓക്കെ അരുൺ, വളരെ നന്ദി. ഈ ഘട്ടത്തിൽ ശബരിമല സന്നിധാനത്ത് നിന്നും ഈ പുലർച്ചയിൽ പുത്തംപുലരിയുടെ ഭാഗമായതിന്. ഏതായാലും ശബരിമലയിൽ ഈ കൊച്ചു കുട്ടികൾക്ക് പ്രത്യേക ദർശന സൗകര്യം ഒരുക്കും എന്ന പ്രഖ്യാപനവും പാഴ്വാക്കാവുകയാണ്. കാരണം കഴിഞ്ഞ മണ്ഡലകാലത്തൊക്കെ ഈ കുട്ടികൾക്ക് വെള്ളം പോലും കിട്ടാത്തതിനെ തുടർന്ന് കുഞ്ഞുങ്ങൾ തളർന്നു വീഴുകയും ഒക്കെ ചെയ്ത സംഭവങ്ങൾ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ജനം TV ആണ് ആ വാർത്തകളൊക്കെ അന്ന് അയ്യപ്പ ഭക്തരിലേക്ക്, കേരളത്തിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അന്നത്തെ ആ പ്രതിഷേധത്തെ തണുപ്പിക്കാൻ എന്ന നിലയിൽ പ്രത്യേക ക്യൂ പദ്ധതി കൊച്ചു മാളികപ്പുറങ്ങൾക്കും കൊച്ചയ്യപ്പ സ്വാമിമാർക്കും ഉണ്ടാകുമെന്ന പ്രഖ്യാപനമൊക്കെ അന്നത്തെ ബോർഡ് നടത്തിയതാണ്. ഈ മണ്ഡലകാലം ആരംഭിച്ച് ഏതാണ്ട് ഒരാഴ്ച പിന്നിടുമ്പോഴും ആ പദ്ധതിയെപ്പറ്റിയൊന്നും ഒരു തരത്തിലുമുള്ള പ്രതികരണം പോലും നടത്താൻ ഇപ്പോഴത്തെ ബോർഡോ അന്നത്തെ ബോർഡിൻ്റെ അംഗങ്ങളോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ധാരാളം പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. അതെല്ലാം കേവലം കടലാസിൽ മാത്രം ഒതുങ്ങുന്നതാണ് ചരിത്രം എന്നത് നമുക്കറിയാം. ഇനി